ഇന്ത്യയിൽ ഏതാണ്ട് 10 കോടിയോളം റോഹിംഗ്യൻ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ റോഹിംഗ്യൻ മ്യാൻമറിൽ നിന്ന് ഓടി വന്ന കുറേയേറെ ആളുകൾ ഡൽഹിയിൽ താമസിക്കുന്നുണ്ട്. ഇന്ത്യ അവരെ പൗരന്മാരായി സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ ഇടത് ജിഹാദി സംഘങ്ങൾ കാലങ്ങളായി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഒരു തരത്തിലും സമ്മതിക്കുന്നത്. കാശ്മീരിൽ 2-3 ലക്ഷം പേരുണ്ട്, ഡൽഹിയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും ഏറ്റെടുപ്പിക്കണം, ഈ നമ്മുടെ രാജ്യത്തെ പൗരന്മാരാക്കണമെന്ന് വാശിയുള്ള ചില ആളുകളുണ്ട്. അവർ അവസാനം കണ്ടുപിടിച്ചൊരു പരിപാടിയാണ് റോഹിംഗ്യൻ കുഞ്ഞുങ്ങൾക്ക് നീതി വേണം. അതിന് നീതി വേണമെന്നും പറഞ്ഞ് ഇവർ പറയുന്നത് റോഹിംഗ്യൻ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല, അവരെ പഠിപ്പിക്കണം, അവരെ സ്കൂളിൽ ചേർക്കണം. പക്ഷേ ഡൽഹിയിലെ സ്കൂളുകളിൽ അഡ്മിഷൻ കൊടുക്കുന്നില്ല. ഇന്ത്യൻ പൗരന്മാരല്ല, താമസരേഖയില്ല, ആധാറില്ല, ഒന്നുമില്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. അപ്പോൾ അഡ്വക്കേറ്റ് കോളിൻ ഗോൺസാൽവസ് എന്ന് പറയുന്ന ഒരു വക്കീൽ സുപ്രീം കോടതി കേസുമായിട്ടാണ്. ഈ കേസ് കഴിഞ്ഞ 1.5 മാസമായി സുപ്രീം കോടതി നടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റിസുമാരായ സൂര്യകാന്തും എൻ കോടീശ്വർ സിംഗും അടങ്ങുന്ന ബെഞ്ചിലാണ് ഈ കേസ് വന്നത്. കേസ് 2 ആഴ്ച മുമ്പ് വന്നപ്പോൾ കോടതി വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം പറഞ്ഞു. അതായത് വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്, അത് ഇന്ത്യക്കാർക്കാണ്. അല്ലാതെ ഇവിടെ ഇല്ലീഗലായിട്ട് വന്നവർക്ക് ഇന്ത്യക്കാരന് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും ഒരവകാശമൊന്നുമല്ല, എല്ലാ അവകാശങ്ങളും കിട്ടത്തില്ല. ചിലതും കിട്ടും. റൈറ്റ് ടു ലീവ്, ലൈഫിനുള്ള ജീവിതത്തിന് ഉള്ള സുരക്ഷ, ഇത്തരം ചില അവകാശങ്ങൾ കിട്ടും. അല്ലാതെ റൈറ്റ് ടു എംപ്ലോയ്മെൻറ്റ് ഒക്കെ പറയുന്ന അവകാശങ്ങൾ വിദേശികൾക്ക്, അതും നുഴഞ്ഞു കയറ്റക്കാർക്ക് ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ ഈ കുട്ടികളെ ചേർത്താൽ, കുട്ടികളിപ്പോൾ 1ാം ക്ലാസ്സിൽ ചേർത്തു, ഇനി വേണം അവർക്ക് ഡിഗ്രി വരെയോ PhD വരെയോ ഇവിടെ പഠിക്കാം, അതുവരെ പേരൻസിനൊപ്പം താമസിക്കണമെന്ന് പറയും. അപ്പോൾ ഇല്ലീഗലായിട്ട് വന്ന നുഴഞ്ഞു കയറിയ ആളുകളെ ലീഗലായി ഇവിടെ താമസിക്കാൻ അനുവാദം കൊടുക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി കേസ് മാറ്റിയിരുന്നു. ആ കേസ് വീണ്ടും വന്നപ്പോൾ അന്ന് കോടതി ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ എത്തിയത് ഇവിടുത്തെ താമസക്കാരാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും രേഖകളുണ്ടോ എന്ന് ചോദിച്ചു. അത് ഇന്നലെ കോടതി മുമ്പാകെ ഈ കോളിൻ ഗോൺസാൽവസ് പറഞ്ഞു, രേഖകൾ, ആധാറില്ല, ഒന്നുമില്ല, ഞങ്ങളിവിടെ വന്ന് താമസിക്കുന്നു, ഞങ്ങളെ പ്രത്യേകം ഒരു സ്ഥലം ഉണ്ടാക്കി അവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഒരു കാര്യമുണ്ട്, UN ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജി, UNHCRൻ്റെ ID കാർഡുണ്ട് അവർക്ക്, അഭയാർത്ഥി എന്നുള്ള കാർഡുണ്ട്. അതുകൊണ്ട് അത് വെച്ചിട്ട് ഇവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ കോടതി 2 ആഴ്ച മുമ്പ് പറഞ്ഞ കാര്യമുണ്ട്, ഇവർക്ക് അഡ്മിഷൻ കൊടുത്താൽ പിന്നെ അവരൊരു പെർമനൻ്റ് ആവും, പേരൻസും പെർമനൻ്റ് ആവും. അപ്പോൾ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായി നുഴഞ്ഞു കയറിയ ആളുകൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ റെഫ്യൂജി കാർഡ് ഉണ്ടെന്ന് പറയുന്നത്. ഇന്ത്യ ഈ റെഫ്യൂജി കരാറിൽ ഒപ്പുവെച്ചിട്ടുമില്ല. ഇപ്പം ഞാൻ വേറൊരിടത്ത് കണ്ടത്, ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ 5 മുതൽ 10 വരെ കോടി ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് ദോഷമുണ്ട്. കാരണം നമ്മുടെ വിഭവങ്ങൾ ഇവർ അടിച്ചുകൊണ്ട് പോകുന്നു. ഇവർ കാരണം നമ്മുടെ നികുതി നിരക്കിനെ ബാധിക്കുന്നുണ്ട്. ഇവരെ ക്രൈം റേറ്റ്, ഇവരെ ഈ 10 കോടിയോളം ഈ നുഴഞ്ഞുകയറ്റക്കാരെ ഒഴിവാക്കിയ നമ്മുടെ ക്രൈം റേറ്റിൽ വലിയ ഇടിവുണ്ടാവും. നമ്മുടെ ജനസംഖ്യയിൽ 8% വരെ കുറവ് വരും. 10 കോടി എന്ന് പറയുമ്പോൾ 140 കോടി, 8 കോടികളും ജനസംഖ്യ കുറവ് വരും. അതുകൊണ്ട് നമ്മുടെ വിഭവങ്ങൾ, ഒരു മതത്തിൻ്റെ ജനസംഖ്യ കൂടും അവരോട് നിന്നാൽ. അത് പോയാൽ അതുകൊണ്ടാണല്ലോ ഇവരെ സ്വീകരിക്കണം എന്ന് പറയുന്നത്. പല സ്ഥലത്തും വ്യാജ ആധാർ കാർഡൊക്കെ കൊടുത്ത് വോട്ടർ ID ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെ. അതിപ്പം സർക്കാർ ഇപ്പം വളരെ കാര്യമായി അതിൻ്റെ ഓപ്പറേഷൻ നടത്തി ആളുകളെ പുറത്താക്കാൻ പോവാണ്. പുതിയ എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ലും വരാൻ പോകുന്നു. അത് ഈ സമ്മേളനത്തിൽ, ഈ സെഷനിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൂടെയൊക്കെ വരുമ്പോൾ കുറേ നിലവിളി ഇവിടെ ഉണ്ടാവും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ കോടതികളിൽ ഇങ്ങനൊരു സംഭവം ഇരിക്കുന്നത് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടോ? അതെ, അതായത് ഇത് ഏതെങ്കിലും വഴിയിൽ ഇവരെ ഒന്ന് ഇവിടെ ഇന്ത്യൻ പൗരത്വം വാങ്ങിച്ചു കൊടുക്കാനുള്ള തത്രപ്പാടാണ് NGOകൾ എന്ന പേരിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഈ NGO എന്ന് കണ്ടപ്പോഴും അടുത്ത കാലത്ത് കശ്മീരിൽ ചില NGOകളാണ് ഈ റോഹിംഗ്യകളെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വാർത്തകൾ വന്നിരുന്നു. എന്നിട്ട് ഈ പല വാടകയ്ക്ക് താമസിക്കുകയാണ് ഇവര്. അങ്ങനെ വാടകയ്ക്ക് താമസിപ്പിക്കുന്നത് ശരിയല്ല, പൗരത്വം ഇല്ലാത്തവരെ. ഇപ്പൊ വടക്കം പറവൂരിലും അങ്ങനത്തെ ഇഷ്യൂ വന്നല്ലേ, 10-32 പേരുടെ വാടകയ്ക്ക് താമസിക്കൽ മാത്രമല്ല, അവരിവിടെ ബംഗ്ലാദേശികൾ ഇവിടെ വന്ന് വീടും പറമ്പും മേടിച്ചു. അപ്പോൾ ബംഗ്ലാദേശികൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട് സാറേ, ലൈഫിൽ വീട് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്, ശരിയാണ്. അപ്പോൾ അവിടെ ജമ്മു കാശ്മീരിൽ അങ്ങനെ വാടകയ്ക്ക് സ്ഥലം കൊടുത്ത ആളുകളൊക്കെ പോലീസ് പിടിക്കുകയുണ്ടായി. അപ്പോൾ അവിടെയും കുറേ വർഷങ്ങളായിട്ട് താമസിക്കുന്നുണ്ട്. പാർപ്പിച്ചിരിക്കുന്നതും
ഈ ID കാർഡുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തതും NGOകളാണ്. ഇവിടെ അതിലുണ്ടായിരുന്നു. ആലുവയിൽ 27 പേരെ താമസിപ്പിച്ചത് ഒരു മുസ്ലിമാണ്. അയാൾ അവിടുത്തെ കോൺഗ്രസിന്റെ നേതാവാണ്. കോൺഗ്രസിന്റെ അറിഞ്ഞുകൊണ്ട് താമസിപ്പിച്ചു. പറവൂര് അതെ, കോൺഗ്രസിന്റെ നേതാവാന്നൊക്കെ ഉണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്താണ്, അറിയാമായിരുന്നു എന്നും പറഞ്ഞിരുന്നു അയാള്. പക്ഷെ അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇല്ല, അറസ്റ്റ് ചെയ്തില്ല. നമ്മുടെ നാട്ടിൽ ആ നിയമം നടപ്പാക്കൂല. അതെ, അത് നടപ്പാക്കില്ല. അപ്പൊ ഇന്നലെ കോടതി ഇതൊരു ആശങ്ക പലരിലും ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, ഇന്നലെ ഈ ബെഞ്ച് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം അതിൽ വിവേചനം ഉണ്ടാകരുത് എന്ന് ഇന്നലെ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ അവർക്ക് ആധാർ കാർഡില്ല, പൗരത്വമില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കരുത് എന്ന രീതിയിലാണോ സുപ്രീം കോടതി പോകുന്നത്? ഞാനും ആ വാർത്ത ഇന്നത്തെ വായിച്ചു. പക്ഷേ എനിക്ക് 2 ആഴ്ച മുമ്പ് കോടതി പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് ഇതാ പറഞ്ഞത്, നിങ്ങൾ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പേരൻസിന് ഇവിടെ നിൽക്കണമെന്ന് പറയും. അത് ഇല്ലീഗൽ ആയിട്ട് വന്ന ആളുകളെ ഇവിടെ സ്ഥിരപ്പെടുത്തുന്നതിന് തുല്യമാവും, അനുവദിക്കാൻ പറ്റില്ല എന്നായിരുന്നു അന്ന് കോടതി എടുത്ത സ്റ്റാൻഡ്. ഇന്നലെ കോടതി പറഞ്ഞു എന്താന്ന് വെച്ചാൽ, ഈ വക്കീലിനോട് പറഞ്ഞു, നിങ്ങൾ ഇവരുടെ കോളനി ഏത് കോളനി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പട്ടികയൊക്കെ കൊണ്ടുവന്ന് തരിക, എങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുക, എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് റോഹിംഗ്യകൾക്ക് സുനിൽ നിയമം പഠിച്ചിട്ടുണ്ടല്ലോ, ഇത് റോഹിംഗ്യകൾക്ക് അനുകൂലമായ ഒരു സമീപനമാണെന്നാണോ തോന്നുന്നത്? എനിക്ക് തോന്നുന്നില്ല. കാരണം 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പം AG ആണ് അതിനകത്ത് ഹാജരാവുന്നത്, അറ്റോർണി ജനറൽ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതോ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ഞാൻ ഈ കേസ് തുടക്കം മുതൽ നോക്കുന്നുണ്ട്. കാരണം ഒന്ന്, നമ്മൾ ഈ റെഫ്യൂജി കരാറിൽ നമ്മൾ ഒപ്പുവെച്ചിട്ടില്ല. പക്ഷേ സമീപകാലത്ത് പൂനെയിൽ ഒരു കേസ് വന്നിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. ഇതുപോലെ കാർഡുണ്ട് എന്ന് പറഞ്ഞിട്ട് 8 കൊല്ലമായിട്ട് ഇവിടെ വന്ന് താമസിക്കുകയാണ്. ഏതോ മുസ്ലിം രാജ്യത്ത് നിന്ന് വന്ന് താമസിക്കുകയാണ്. ഈ കാർഡുണ്ട്, ഇവിടെ വിവാഹം കഴിച്ച് ഇവിടെ ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടിക്ക് ഇവിടെ ജനിച്ചതുകൊണ്ട് ഇവിടുത്തെ പൗരത്വം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ കേസുണ്ടായിരുന്നത്. അപ്പോൾ മറ്റേ അവിടുത്തെ കോടതി പറഞ്ഞു, അതൊന്നും പറഞ്ഞ് ഇവിടെ വരണ്ട, അവർക്ക് പൗരത്വം ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടിക്കും ഇവിടെ പൗരത്വം ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു കോടതി. പക്ഷേ പൗരത്വം ബൈ ബർത്ത് ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും അമേരിക്കയിൽ ഈ ജനനം കൊണ്ട് പൗരത്വം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ത്യയിലും ആ വ്യവസ്ഥയുണ്ട്. പൗരത്വം കിട്ടിയാൽ തന്നെയും ഈ പേരൻസിന് ഇന്ത്യയെ തുടരാൻ പറ്റുമോ എന്നുള്ളത് പറ്റില്ല. മാത്രമല്ല, വേണമെങ്കിൽ അവർ ഡ്യൂ കോഴ്സിൽ അപേക്ഷ കൊടുത്ത് പൗരത്വം കിട്ടാനുള്ള നടപടികൾ എടുക്കണം. കുഞ്ഞുണ്ടായി എന്നതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഓട്ടോമാറ്റിക്കലി പൗരത്വം കിട്ടില്ല. ഇത് മാത്രമല്ല, ഇതിനകത്ത് റോഹിംഗ്യൻസിനെ നമ്മൾ ഒരു തരത്തിലും അംഗീകരിക്കത്തില്ല എന്ന നിലപാടാണ് നമുക്കുള്ളത്. അവരൊരു കോളനിയിൽ താമസിക്കുമ്പോൾ തന്നെ ഇവർ അനധികൃതമായി വന്ന ആളുകളെ ഒരു ഡിറ്റൻഷൻ സെൻറ്ററിൽ താമസിപ്പിക്കുന്നത്. ഈ കോളനിയിൽ നിന്ന് ഇവർക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. അവിടെ വളച്ച് കെട്ടി സെപ്പറേറ്റ് ആക്കിയിരിക്കുകയാണ്. ഇത്രയും ആളുകളെ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു. അവിടെ നിരീക്ഷണവും ഒക്കെ ഉണ്ട്. അവിടെ അവർ ഒരു തരത്തിലുള്ള തടങ്കലിൽ തന്നെയാണ്. അതുകൊണ്ട് അവരെ പുറത്ത് അവിടെ താമസിക്കുന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്താലൊന്നും ഈ പറഞ്ഞ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂൾ അഡ്മിഷൻ വേണമെങ്കിൽ ID വേണം, പേര് വേണം, സ്ഥലം വേണം. അല്ലാതെ ഇന്ന കോളനിയിൽ ആണ്, ഈ കോളനി നാളെ സർക്കാർ അവിടെ നിന്ന് മാറ്റി എന്ത് ചെയ്യും? ഇപ്പോൾ ഉള്ളത് ചാന്ദിനി ചൗക്കിലാണ് കോളനി, അത് UP-യിലേക്ക് മാറ്റാൻ തീരുമാനിച്ച് എന്ത് ചെയ്യും? അപ്പോൾ ഈ മറ്റേ മഹാരാഷ്ട്രയിലെ കേസിലും ആ കുഞ്ഞിന് പൗരത്വം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പാരൻസിനും താമസിക്കാം എന്നുള്ള വിധത്തിൽ ഒരു വളഞ്ഞ വഴി നോക്കും. അതെ, ഇതിലും വളഞ്ഞ വഴിയാണ്. കാരണം സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൗരത്വത്തിൽ അതാ ഞാൻ പറഞ്ഞത് സാർ, ഇത് കോടതിക്ക് മനസ്സിലായി. കോടതി ആദ്യത്തെ സിറ്റിങ്ങിൽ കഴിഞ്ഞ മാസം ഈ കേസ് വന്നപ്പോൾ കോടതി ഇത് തന്നെ ചോദിച്ചു. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുത്താൽ ആ പേരും പറഞ്ഞ് പേരൻസിന് നിൽക്കാമല്ലോ. അപ്പോൾ ഒന്നും ഇന്ത്യക്കാരല്ലാതെ ഇവിടെ വന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, നമ്മുടെ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് അതിലെ ഏതാണ്ടെല്ലാം ഇന്ത്യക്കാർക്ക് മാത്രമാണ്. അപൂർവം ചിലത് റൈറ്റ് ടു ലൈഫ്, ഇന്ത്യയിൽ വന്നതുകൊണ്ട് സായിപ്പിനെ ഇവിടെ വെച്ച് കൊല്ലാം എന്നൊന്നുമില്ല. അത് ഇന്ത്യക്കാരനുള്ളതുപോലെ ജീവനുള്ള സംരക്ഷണമുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം, തൊഴിലിനുള്ള അവകാശം, പ്രോപ്പർട്ടി മേടിക്കാനുള്ള അവകാശം, ഇതൊക്കെ ഇന്ത്യക്കാർക്ക് മാത്രമാണ്, പൗരന്മാർക്ക് മാത്രമാണെന്നുള്ളത് വളരെ കൃത്യമായി ഇതേ ബെഞ്ച് സൂര്യകാന്തും ജസ്റ്റിസ് കോടീശ്വർ സിംഗും തുടക്കത്തിലേ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ ബെഞ്ച് വിദ്യാഭ്യാസം അതിൽ വിവേചനം പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യാൻ കഴിയാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു NGO അല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആ കോളനിയിൽ നിങ്ങൾ NGO എന്ന നിലയിൽ ഇവരെ അക്ഷരം പഠിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യും എന്ന് പറയാമല്ലോ. അപ്പോൾ അത് ഈ കാർഡും വെച്ചിട്ട് നിങ്ങൾ ഈ കേസ് നടത്തുന്ന സമയം കൊണ്ട് നിങ്ങളൊരു സംവിധാനം ഉണ്ടാക്കും എന്ന് പറയാം.
അല്ലാതെ ഡൽഹിയിലാണല്ലോ അൽഫോൻസ് കണ്ണന്താനം ഇരിക്കുന്നത്. അദ്ദേഹം കോട്ടയത്ത് 100% സാക്ഷരത ഉണ്ടാക്കിയതാണല്ലോ. അദ്ദേഹത്തിന്റെയും സഹായം തേടൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കോടതി. അല്ല, നിയമപരമായി പൗരന്മാരല്ലാത്തവർക്ക് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അവൈൽ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇപ്പൊ കോടതിയാണല്ലോ ഒരു നാട് ഭരിക്കുന്നത്. കോടതികൾ പലതും ചെയ്യും. കോടതി വിദ്യാഭ്യാസത്തിൽ വിവേചനം പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യക്കാർക്കാണ് ഇന്ത്യക്കാർക്കാണ് ബാധകം. ഇന്ത്യക്കാർക്കാണ്, എല്ലാവർക്കും അല്ല. അത് അതിർത്തി നിന്ന് ഇവിടെ വന്നവർക്ക് ആ അവകാശം ഇല്ല. അത് കോടതിക്ക് അറിയാം, കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കോടതികൾ ഈ പറഞ്ഞ പോലെ രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടാക്കുന്നവരും മാറ്റിമറിക്കുന്നവരുമായി മാറിയിരിക്കുക. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ, ഈ രോഹിംഗ്യകളെ ഇവിടെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണല്ലോ അവർക്ക് വേണ്ടി വാദിക്കാനും ഒക്കെ ആളുണ്ടാകുന്നതും കോടതിയിലും. എന്തുകൊണ്ടാണ് നമ്മൾ ഡീപ്പോർട്ട് ചെയ്യാത്തത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം അത് എനിക്ക് മോദി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഡീപ്പോർട്ട് ഇപ്പോൾ കുറേ പേർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ആസാമിൽ ഈ സമാനമായ സംഭവമുണ്ട്. ബംഗ്ലാദേശികളിൽ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് പേര് ആസാം ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ കോടതി ഇടപെട്ടു പറഞ്ഞു അവർ എത്രയോ വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവർ ജയിലിടുന്നതിന് ഇവന്മാർ നുഴഞ്ഞുകയറ്റക്കാരാണ്, അവരെ പിടിച്ച് നാട് കടത്താം. അപ്പോൾ നാട് കടത്തുന്ന കാര്യത്തിൽ അത്രയും ഒരു വേണം പിടിച്ച് ജയിലിലിട്ടേക്കാം, നമ്മുടെ നിലവിൽ തീറ്റിപ്പോറ്റാം എന്ന നിലപാടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ ചില ഈ സോക്കോൾഡ് ലെഫ്റ്റ് ലിബറൽ ജിഹാദി സുഡാപ്പി ടീമിനൊക്കെ ഇഷ്ടപ്പെടാതെ വരുമോ എന്നൊരു ആശങ്ക ഉണ്ടോ എന്നറിയില്ല. കാരണം വേറൊരു കാര്യമുണ്ടേ, പതിറ്റാണ്ടുകളായി കാശ്മീരിൽ നിന്ന് ഓടി വന്ന് ഡൽഹിയിലെ തെരുവോരങ്ങളിൽ കിടക്കുന്ന ഒരു വലിയ ജനതയുണ്ട്, കാശ്മീരി പണ്ഡിറ്റുകൾ. അവരുടെ ഈ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു ഗോൺസാൽവൽസും ഒരു മാങ്ങാത്തുലിയനും കോടതികളൊന്നും പോയിട്ടില്ല. ആലോചിക്കണ്ടേ? അപ്പൊ എങ്ങാണ്ടൊന്നും മ്യാൻമറിൽ സാധുക്കളായ ബുദ്ധരെ ആക്രമിച്ച് ഒടുവിൽ സഹികെട്ട് അവരായുധമെടുത്ത് തിരിച്ചടിച്ചപ്പോ തോറ്റോടി വന്നവന്മാരാണ് ഇവര്. അതെ, മ്യാൻമറിൽ ഇപ്പോഴും അവരുടെ സേനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ റോഹിംഗ്യൻ സാൽവേഷൻ ആർമി എന്ന് പറഞ്ഞൊരു സേനയുണ്ട്. അതിൽപ്പെട്ടിട്ട് അവിടെ നിൽക്കാൻ വയ്യാതെ ഓടി വന്നവന്മാരാണ്. ഇപ്പൊ ഭീകരവാദികളുമായി ബന്ധമുള്ളവരും ഭീകരവാദികളുമാണ് ഈ റോഹിംഗ്യൻസ്. അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ കോളിൻസ് ഗോൺസാൽവൽസ് ട്രെയിൻഡ് ആണ്, ആയുധങ്ങളിലൊക്കെ അതെ ഉപയോഗിക്കാൻ പരിശീലനം കിട്ടിയവരാണ്. അവരെ ഇന്ത്യയിലേക്ക് അവർക്ക് വേണ്ടി കേസ് നടത്താനൊക്കെ ആളുണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്ഥിതി നമ്മളെ വല്ലാതെ ആകുലപ്പെടുത്തുന്നത്. അപ്പം മോദി ഇവരെ നാട് കടത്തു എന്നാണ് നമ്മൾ പറയേണ്ടത്. നാട് കടത്തു മോദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.